എന്നാ പണിയെടുക്കുന്നു? ഞാൻ മാങ്ങ അച്ചാറാക്കുന്നു. അച്ചാറല്ല, ഉപ്പും പറിക്കും. ഉപ്പും പറങ്കിയല്ല, മാങ്ങ അച്ചാറ്. അച്ഛൻ കുറച്ച് മാങ്ങ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അച്ചാറാക്കാൻ. ശരിക്കും അച്ചാറാക്കാൻ അറിയൊന്നുമില്ല, എന്നാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. കണ്ടാ നല്ല മുളക് പൊടിയിലിട്ടിട്ട് തിന്നണല്ലേ മീ. ഒന്നും മുളക് നമുക്കങ്ങനെ അച്ചാറാക്കാൻ നോക്കേ. നല്ല പുളിയിലെ മാങ്ങ എന്നിട്ടാ. ഇത് ഇടുന്ന മനുഷ്യന് കണ്ടെന്നറിഞ്ഞോ? അച്ഛൻ പയ്യന്നൂർ പോയിനാ. മാങ്ങാക്കലിപ്പം വില പറയും. നമുക്ക് ഇപ്രാവശ്യം മാങ്ങ 2-3 എണ്ണയിലും മരത്തിൻ്റെ ഇതിൻ്റെ മാവിൻ്റെ മുകളിൽ എന്താണ് കൊമ്പോത്തിട്ടാണ് പല്ല് പുളിക്കുന്നു. അച്ചാറാക്കാനൊന്നും അറിയില്ല ശരിക്കും കേട്ടാ. പിന്നെ പരീക്ഷണം അല്ലമ്മ. ഇത് പഴുത്തതാ അതിലുണ്ട് നോക്കിയാ പണ്ടല്ല അച്ചാറാക്കുമ്പോൾ ഒരു പഴുത്ത മാങ്ങ കിട്ടുമ്പോൾ സന്തോഷല്ലേ. അതിലുണ്ടോ അച്ചാറാക്കി കൊണ്ടുണ്ടല്ലോ അല്ലേ? അനക്കുണ്ടോ? നല്ലതുണ്ട്. അച്ചാറാക്കുന്നതിൻ്റെ ഇടക്ക് പഴുത്ത മാങ്ങ കിട്ടിയാൽ സന്തോഷല്ലേ. ഇവിടെ കിട്ടും. വിനാഗിരി ഒഴിക്കുമ്പം പുളി വരും അല്ലേ? വെളുത്തുള്ളിയിലേക്ക് മുറിച്ചിടേ. ഇഞ്ചി എന്നുണ്ടോടി? ഇഞ്ചി എല്ലാം വേണം. അമ്മ മൊത്തം അച്ചാറാക്കല്ലേ? ടേസ്റ്റ് ഉണ്ടാവോ ഇല്ലയോന്ന് അറിയില്ല അച്ഛാ. അച്ചാറാക്കണ്ടേ? ഉപ്പിലിടുന്ന എനിക്ക് എന്നിട്ട് മുക്കാല് നമുക്ക് കാലവരിക്കും കൊടുക്കാം. ഓക്കെ, അന്ന് ഞാൻ പറയുന്നില്ല. അച്ചാറിട്ടാലേ വെളുത്തുള്ളിയും അരി പണിക്കിടാനാ. പണിക്കിട ഷർട്ടാ. നമ്മളടുത്ത വിജു ടീഷർട്ടാ ഇടുന്നു. ടീഷർട്ടേ ഇടുള്ളൂ, ഷർട്ടൊന്നും ഉപയോഗിക്കലില്ല ഇപ്പോൾ. അതുകൊണ്ട് ഷർട്ട് ഇനി ഉണ്ടായാൽ തന്നെ ഹാഫ് കൈയൊന്നും ഉപയോഗിക്കില്ല. അത് നമുക്ക് വേണ്ടല്ലോ. ഇതാരാ അച്ചാറാക്കാൻ പഠിപ്പിച്ചെന്നറിയാം? നമ്മളെ മൂത്തമ്മേൻ്റെ മോള് ഷീബേച്ചി. നല്ല രസമുണ്ട് തെയ്യത്തിന് അച്ചാറാക്കിട്ടല്ലേ. അതുപോലെ ആവുമെന്നറിയില്ല. അമ്മ പഠിച്ചിനെ വേണ്ടിട്ട് ഒരിക്കൽ ആക്കി നോക്കി, അതുപോലെ ആയി. അച്ചാറിന്റെ പേര് പറഞ്ഞു. നല്ല അച്ചാർ കമ്പനിയുടെ പേര് ഉമ്മച്ചി. ഉമ്മച്ചില്ല, അച്ഛൻ്റെ സംഘത്തിൽ നിന്ന് എന്തോ കിട്ടിയിട്ടെന്നതിൻ്റെ പേര് മലയാളി എന്നല്ല വേറെന്തോ. ഊല് തുടങ്ങുന്ന എന്നിട്ട് അമ്മ കൂട്ടാനും വിടില്ല കൊറേ. പിന്നെ പാട അച്ചാർ കൂട്ടിയാല് വയറ് വച്ചലെടുക്കൂലേ? അതിനൊന്നു അധികം കൂട്ടൂല. അതിന് വലിയ എരിവൊന്നും ഇല്ല. പച്ചപ്പറങ്കി കുടിച്ചിനാ? പച്ചപ്പറങ്കി വെളുത്തുള്ളിയും പറങ്കിയാണ് പേരിയുന്നു. അമ്മ ഈ മറ്റേ ഉള്ളി മുറിക്കുമ്പോ ഇഞ്ചി മുറിച്ചടേ. അമ്മ ഉള്ളി മുറിക്കുമ്പോ ഉള്ളിച്ചൂളി തലയിൽ വെച്ചാല് കണ്ണിന് വെള്ളം വരൂല. നമ്മന്ന് രതീഷാടന്റെ കുടിയലിന് പോയേ രാത്രിക്കമ്മ. വെളുത്തുള്ളി മറ്റേ ഉള്ളിയില്ലേ, വെല്ലുള്ളി മുറിക്കുന്നുണ്ട് ഒരു പ്രായമുള്ള ഒരു പെണ്ണുങ്ങ. എന്നിട്ട് തലയിൽ ഉള്ളി മുറിച്ചിട്ട് ഒരു കഷ്ണം തലയിൽ വെച്ചിട്ട് എന്നിട്ട് ഞാൻ എടുക്കുമ്പോൾ എന്നോട് പറഞ്ഞ മോളെ അത് എടുക്കല്ല. ഞാൻ ചോദിച്ചു കണ്ണെരിയുന്നതിന് നല്ലതാന്ന്, തലയിൽ മുറിച്ചിട്ട് വെച്ചാൽ എരിയില്ലാന്ന്. അതുപോലെ ഒരു അച്ചാച്ചൻ കാലിന്റെ അടിയിൽ വെച്ചിട്ടേ കണ്ണത് മനസ്സലിവില്ല ഒരു കണ്ണ് നടന്നിട്ടവന് വണ്ടിക്ക് ഇതായിരുന്നു മാങ്ങ വെച്ച് പൈനായിരുന്നു. മാങ്ങ വയ്യുന്നവര് എത്ര പൈസ കിലോന്? 60. ഇവിടെ 70. മാറ്റുണ്ടാവില്ല അല്ലേ? പൈനൂരും മാങ്ങ സീസൺ അല്ലേ? കണിമാങ്ങ 2 ദിവസം കഴിഞ്ഞാൽ ഉപ്പിലിടാനല്ലേ? അച്ചാറൊക്കെ മസ്റ്റുള്ള കണിമാങ്ങ. മാങ്ങ മുറിച്ച് തീർന്നിട്ടാ ഇതും കൂടെ.
അപ്പം ഇട്ടോടി ഒന്ന് ഒന്ന് പത്തിന് എൻ്റെ നമ്മ തിന്നു. അച്ഛന് ഇഷ്ടാ. മധുരം വെച്ചാവോ അച്ചാറ് മറ്റും ഇടാ. അച്ചാറ് മധുരം പറ്റുള്ളൂ. നല്ല അച്ചാറാക്കല്ല മീ ഇപ്പിടം വരെ മേടിക്കാം നമുക്ക്. വേണ്ട, മൊത്തം അച്ചാറൊന്നും ഇടണ്ട. ആ മൊത്തം അച്ചാറാണ്. ഇത്രയാ പ്രിയ വരും. പ്രിയക്ക് അച്ചാർ ഇഷ്ടമാണ്. ഇവിടെ മാങ്ങയില്ല കുറേ. അമ്മയെ ഭയങ്കര സാധനമല്ല അച്ഛാ. പ്രിയനെയാ പറയുന്നു. എന്നാ ഞാൻ പറഞ്ഞിനി അന്ന് അച്ചാറാക്കിയതെല്ലാം എടുത്തിട്ട് പോയി. ഫ്രീയല്ലേ മേലെ വേണ്ട പിന്നെ അന്ന് ആകെ അത്രയും ഉണ്ടായിട്ടു. അന്ന് ഞാനാക്കി നല്ല ടേസ്റ്റ് ഉണ്ടോ എടുത്തിട്ട് പോയത്. അപ്പം നമ്മൾ മാങ്ങയെല്ലാം മുറിച്ച് അതിൽ പച്ചപ്പറങ്കിയും കറിവേപ്പിലയും വെളുത്തുള്ളിയെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നീലേക്ക് ഉപ്പിട്ടിട്ട് കുറച്ച് സമയം വെക്കണം. പക്ഷെ സമയമില്ല. അമീസിന് ഇപ്പം കരാട്ടരെ ബെൽറ്റിന് പോകാനുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കുക. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ വെച്ചാൽ നല്ല അടിപൊളി ആയിട്ട് ഉപ്പ് പിടിക്കും മാങ്ങക്ക്. നമുക്കിതിലേക്ക് പറങ്കിപ്പൊടി പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല മീൻസ് മുളക് പൊടി. നമ്മളെ നാട്ടിൽ പറങ്കിപ്പൊടി എന്ന് പറയല്ലേ കേട്ടാ. കണമന്തോന്നില്ല. ഇതിൽ കുമ്മിട്ടിയില്ല അമ്മ. കുറച്ച് എന്താണ് മഞ്ഞപ്പൊടി. ഇന്നതൊക്കെ വേറെ പേരുണ്ടോ? ഇത് അമ്മയപ്പേര്. മഞ്ഞപ്പൊടി മതി, കുറച്ചേ വേണ്ട. എന്നാ വേണ്ടെന്ന് പറയാം. ഇന്ന് വേണ്ട, നല്ല മണമുണ്ട്. കടുവും കുരുമുളക അച്ചാറില കടുവും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചതേ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. മിക്സ് ആക്കും. വലിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മ ഇങ്ങനെ എടുക്കൂലല്ലേ അമ്മ? നമ്മ ഇങ്ങനെ ചിരണ്ടി എടുക്കൂല. കളയണ്ടപ്പ അല്ലേ? ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. പറങ്കിപ്പൊടി കൂടിപ്പോയാ? അച്ചാറിന് പറങ്കിപ്പൊടി വേണ്ടേ? വേണം. കാണാൻ മൊഞ്ചു വേണ്ടേ? കൂട്ടണ്ടേ? കൂട്ടാൻ കഴിയാണ്ട. കായപ്പൊടിയില്ലേ? കായപ്പൊടി അങ്ങനെ ഉണ്ടാവില്ലേ? കായപ്പൊടി അങ്ങനെ ഉണ്ടാവില്ല നമുക്കറിയാം. ഉപ്പണക്കനെ കായപ്പൊടി ഇതാവും, മനസ്സിലായാ? അമ്മ ഈ അപ്പക്കാരത്തിന് ഇംഗ്ലീഷിലൊന്നും അറിയില്ലേ? അപ്പക്കാരത്തിന് ബേക്കിംഗ് സോഡ ആണ്. കേക്കാക്കുമ്പോൾ ഞാൻ അതില്ല ചേച്ചി കേക്കാക്കില്ലേ? ഇപ്പം ഇത് നമ്മളെ നല്ലെണ്ണ ഇല്ലേ? ഇതാ നല്ലെണ്ണ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ലെണ്ണ എന്നാലും വേറെ തന്നെ ഉണ്ടോ? നല്ലെണ്ണ പറയുന്നുണ്ടോന്ന്? നല്ലെണ്ണ പറയുന്നുണ്ട്. അപ്പം ഈ നമ്മ എടുക്കുന്നതെല്ലാം നല്ലതല്ല? ഏത്? നമ്മൾ സാധാരണ വേറെ എല്ലാം ഉപയോഗിക്കുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ഒന്നറിയാം, അച്ചാർപ്പൊടി വേണമെന്നില്ല. നമ്മളെ വെളുത്തുള്ളി ചതച്ചത് നല്ലോണം ചതഞ്ഞിട്ടല്ലേ രണ്ട് കരിയാൻ വേണ്ടിയിട്ട് എടുക്കാം. സിർക്കില്ലേ അമ്മ? നമ്മളെ നാട്ടിൽ സിർക്ക, വിനാഗിരി ഒന്ന് കൊണ്ട് തരുമോ? എടുക്കാൻ വിട്ടുപോയി. ഇടയില്ല പറഞ്ഞാൽ മതി, ഞാൻ എടുക്കാം. എടാ അച്ഛൻ്റെ അകത്താ? നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കേ. ഉപയോഗിക്കണ്ട. കുറച്ചും കൂടെ ഗ്രേവി വേണമെങ്കിൽ നമുക്ക് ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂട് വെള്ളമോ? കുറച്ചും കൂടെ ചാറ് വേണമെങ്കിൽ. ചാറ് വേണ്ട. വറുത്തിടണ്ടേ? നീ വെള്ളം ഇവിടെ വെച്ചിട്ട് നമുക്ക് അച്ചാറിലേക്ക് വറുത്തിട്ട് കൊടുക്കേ. പൊട്ടിത്തെറിക്കോ? പൊട്ടിത്തെറിക്കൊന്നുമില്ല. കടു പൊട്ടുന്നതിനൊരു കണക്കില്ല. കുറച്ച് നിൽക്കട്ടെ, നമുക്ക് പേടിയാണ്.
കടു ഉള്ളി വീഴണോ? കുറച്ച് ഉള്ളി ഇടണം, എന്നാലേ അതിൻ്റെ മണം കിട്ടും. കുറച്ച് മതി, ഒരു പൊടിച്ചിട്ടിട്ടേ അത് നല്ലോണം പൊട്ടുമ്പില്ലേ. പൊട്ടലായി. പിന്നെ കടു പൊട്ടൂല. എനിക്ക് പേടി ഒന്ന് മേത്തേക്ക് എടുക്കുക. ഞാൻ ഇത്ര അടുത്തായില്ലേ. അപ്പം നമ്മളെ അച്ചാർ ഏകദേശം റെഡിയായി. ഇനി വറുത്തിടേ വേണ്ടു കേട്ടോ. കടു ഉലുവി പുക അയ്യോ പുക കണ്ണ് കയറുന്നു. കടുവും ഉലുവിയും എന്താ 2 വറ്റൽമുളക് കറിവേപ്പിലും എല്ലാം കൂടെ നമുക്ക് വറുത്തിടാം. നാളത്തേക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അച്ചാർ കുറച്ച് പഴകണം. മുമ്പേ ആക്കി വെച്ചതെല്ലാം കൂട്ടണം. അങ്ങനെയെല്ലാം വേണ്ട. വിനാഗിരി ഒന്നും വെച്ചൊന്നും ആവില്ല അച്ചാർ, കുറേ കാലത്തേക്ക് വെക്കും. പൊട്ടലേ നമുക്ക് പോടാന്ന് മേത്ത് ഒരുക്കുക. കടു അങ്ങനെ തെറുക്കൊന്നുമില്ല. എനിക്ക് പിന്നെ പടക്കം പൊട്ടുന്ന തെയ്യത്തിന് പോവില്ല അമ്മയ. എന്നിട്ട് എല്ലാനും പോലല്ലേ വിഷുവിന് പടക്കം പൊട്ടുമ്പോൾ അമീസിനെ കാണൂല. അപ്പൊ കണ്ടാകുമ്പോൾ പുതപ്പിനുള്ളിൽ കൂടിയിട്ട് നമുക്ക് പേടിയില്ല. ഇല്ലല്ലോ. പിന്നെ പുറത്തുനിന്ന് പാചകം ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ. മഴക്കാലം വന്നാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഫുൾ വെള്ളമായിരിക്കും. അടുപ്പെല്ലാം പോവും. പിന്നെ രണ്ടാമതാകുമ്പോൾ മഴ മാറിയ ശേഷം ആക്കലാണ്. അത്രയും വരും. ഈ അടുപ്പൊന്നില്ലേ വേഗം ആവുന്നുണ്ട്. ഇപ്പം ഞാനോട് കറിവേപ്പിൽ എന്താ നമുക്ക് ഇതിലെത്തി കൊടുക്കാം. എന്താവും എന്തോ നല്ല മണമുണ്ട്. മണമുണ്ടോ? എന്നാ പിന്നെ വേറെ വർത്താനൊന്നുമില്ല. നല്ല മണം. നമ്മളെ അച്ചാറ് തയ്യാർ. റെഡി. വേണ്ടവരെടുത്തോട്ടാ. വേണ്ട അമീസ് പറയുന്നു വേണ്ടവരെടുത്തു. അപ്പം നമ്മളെ അച്ചാർ റെഡിയായി. നമുക്ക് ഇങ്ങനെയല്ലേ അച്ചാറാക്കാൻ അറിയില്ല കേട്ടോ. അപ്പം നമ്മളെ അച്ചാർ റെഡിയായി. നമ്മളെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ബൈ. അച്ഛാ ടാറ്റ കൊടുത്തേ.